ഒരൊറ്റ ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ ചർച്ചയായി മാറിയിരിക്കുന്ന സീ ടിവിയുടെ റിയാലിറ്റി ഷോയിൽ സംബന്ധിച്ച് തന്റെ പ്രതിഭയെല്ലാം സമൂഹത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ട ഒരു മുസ്ലിം നാമധാരിണി സുഹാന സയ്യിദ് ഇന്ന് വ്യാപകമായി ചർച്ചയായിരിക്കുകയാണ്. മുസ്ലിം സമുദായം അവർക്കെതിരെ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന വ്യാപകമായ കുപ്രചരണങ്ങള് ചാനലുകൾ വഴി സംഘപരിവാർ ശക്തികൾ വളരെ ശക്തമായി സമൂഹത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിം സമുദായമേ, കർണാടകയുടെ മണ്ണിൽ ഒരുപാട് വേദികളിൽ പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ ഈ പരിസര പ്രദേശങ്ങളിൽ ഒരിക്കൽ പോലും നാം കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഈ സംഭവങ്ങൾ ഇന്ന് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഈ കാര്യത്തിൽ പറയുവാനുള്ളത് എന്താ? ഒരിക്കലും ഇസ്ലാം, മുസ്ലിം അതല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർ ഹിന്ദു മതത്തിന്റെ ദൈവങ്ങളെ ആരാധിച്ച് ആദരിച്ച് ബഹുമാനിച്ച് ഗാതികയായ സുഹാന സയ്യിദ് പാടിയതുകൊണ്ട് അവർക്കെതിരെ രംഗത്തിറങ്ങിയിരിക്കുന്നു. മൂലഭൂതവാദങ്ങൾ പ്രഖ്യാപിക്കുന്ന ആളുകളെന്ന് വ്യാപകമായി കർണാടകയുടെ ചാനലുകൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർ അവർ പറഞ്ഞിരിക്കുന്നതായ പാടിയിരിക്കുന്നതായ പാട്ടിനെതിരായിട്ട് ഒരാൾ പോലും രംഗത്തിറങ്ങിയിട്ടില്ല. അതവരുടെ വ്യക്തിപരമായ കാര്യമാണ് എന്നതിലപ്പുറം അവരെ നന്നാക്കിയെടുക്കേണ്ടത്, അവരെ മുസ്ലിമത്തായി ജീവിപ്പിക്കേണ്ടത് അവരുടെ കുടുംബത്തിന്റെ ബാധ്യതയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകുമുൻ നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കുവീൻ എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ വചനത്തെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്, ഉമറാക്കളുടെ ബാധ്യതയാണ്, ആലിമീങ്ങളുടെ ബാധ്യതയാണ്. അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ കുടുംബാംഗങ്ങളെയും രക്ഷിതാക്കളെയും പിതാക്കന്മാരെയും അവരെയും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും കരിവാരിത്തേക്കുവാനുള്ള ശ്രമം നടത്തിയ സുഹാന സയ്യിദ് എന്ന ആ സഹോദരി. എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? ചാനലിന്റെ അവസാനത്തിൽ കേൾക്കുവാൻ കഴിഞ്ഞു, ഞാൻ പാടിയതുപോലെ പാടിയിട്ട്, ഞാൻ ആടിയതുപോലെ ആടിയിട്ട് മുസ്ലിം സമുദായത്തിലെ വനിതകൾ പർദ്ദ ധരിച്ചുകൊണ്ട് തന്നെ ഞാൻ പാടിയതുപോലെ സമൂഹത്തിന്റെ മുന്നിൽ പാടുകയും ഞാൻ പ്രചോദിതയായിട്ട് മുസ്ലിം സമുദായത്തിന്റെ എല്ലാ കട്ടുപാടുകളിൽ നിന്നും എല്ലാ വിധിവിലക്കുകളിൽ നിന്നും പുറത്തിറങ്ങേണ്ടതുണ്ട് എന്ന് ഇസ്ലാമിക ശരീഅത്തിനെതിരെയായ വ്യാപകമായ കുത്സിതമായ ഒരു ആസൂത്രിതമായ ഫാബ്രിക്കേറ്റഡ് ആയ വാക്കുകൾ അവർ പറഞ്ഞപ്പോഴാണ് ഇന്ത്യ രാജ്യത്തിലെ വിശിഷ്യ കർണാടകയിലും കേരളത്തിലെയും ഉത്തര കേരളത്തിലെയും ദക്ഷിണ കേരളത്തിലെയും എല്ലാ മുസ്ലിമീങ്ങൾ രംഗത്തിറങ്ങിയത്. അവർ പാടിയാലെന്താ, അവരാടിയാലെന്താ, അവർ പാടിയാലും ആടിയാലും അവരുടെ കുടുംബത്തെക്കുറിച്ച് പ്രചോദനം നടത്തിയാലും അവരാരെക്കുറിച്ച് പാടിയാലും ഒരിക്കലും ഇസ്ലാമിനോ മുസ്ലിമിനോ അവരോടൊന്നും പറയുവാനില്ല. പക്ഷേ മുസ്ലിം സമുദായത്തിനെതിരെ വളരെ വ്യാപകമായി ആസൂത്രണമായി നടത്തിയിരിക്കുന്ന ഈ പാട്ട് തീർത്തും അപലപനീയമാണ്. സീ ടിവി നടത്തിയിരിക്കുന്ന പരാജയപ്പെട്ടു പോകുന്ന ചാനലുകള് സമൂഹത്തിനിടയിൽ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി പ്രചരണത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമാണ് ഇത് എന്നാണ് നമുക്ക് കരുതാൻ വേണ്ടിയിരിക്കുന്നത്. കർണാടകയിലെ എത്ര മിനിസ്റ്റേഴ്സാണ്, അവിടുത്തെ ക്ഷേമവകുപ്പിന്റെ മിനിസ്റ്റർ ഉമാശ്രീ പോലും രംഗത്തിറങ്ങിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്ത് സുഹാനക്ക് സംരക്ഷണം കൊടുക്കുവാൻ. എന്തേ കാട്ടിപ്പള്ളയിലെയും പരിസര പ്രദേശങ്ങളിലെയും സ്കൂളുകളിലും കോളേജുകളിലും മുസ്ലിം സഹോദരിമാര് പർദ്ദ ധരിച്ചു പോയപ്പോൾ സംഘപരിവാറിന്റെ ആളുകൾ അവർക്കെതിരെ ആക്രമണം നടത്തിയപ്പോൾ അവർക്ക് പരിരക്ഷണം നൽകുവാൻ വേണ്ടി ഉമാശ്രീ പറയാത്തതുണ്ട്. അവിടുത്തെ ഇന്നത്തെ മന്ത്രി UT ഖാദർ സാഹിബ് അതവരുടെ വ്യക്തിപരമായ കാര്യമാണ്, പാടിക്കോട്ടെ എന്ന് പറഞ്ഞുവല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഭട്കളയിലും പരിസര പ്രദേശത്തും മുസ്ലിം അധ്യാപികമാര് അവിടെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പർദ്ദ ധരിച്ചു പോയപ്പോൾ സംഘപരിവാറും ബജ്രംഗദളും ശിവസേനയും ശ്രീരാമസേനയും മുത്താലിക്കും പ്രഭാകർ ഭട്ടുമെല്ലാം രംഗത്തിറങ്ങിക്കൊണ്ട് ഇവരെ പിടിച്ചു കെട്ടണമെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അവർക്ക് സംരക്ഷണം കൊടുക്കുവാൻ വേണ്ടി ക്ഷേമവകുപ്പ് മന്ത്രി മിനിസ്റ്ററായിട്ടുള്ള ഒരു വനിതയായ ഉമാശ്രീ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് കത്ത് കൊടുത്തില്ല, എന്തുകൊണ്ട് നിവേദനം കൊടുത്തില്ല? അറിയണം പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ, ഒന്ന് മാത്രമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന, വ്യാപകമായി അടങ്ങിയിരിക്കുന്ന കുത്സിതമായ ശ്രമം ഒന്ന് മാത്രമാണ്. മുസ്ലിമിനെയും ഇസ്ലാമിനെയും സമൂഹത്തിന്റെ മുന്നിൽ കരിവാരിത്തേക്കുവാനുള്ള ശ്രമമാണ്. അവർ പാടിയിരിക്കുന്ന പാട്ടിനോട് ഈ കേരളത്തിലെയോ കർണാടകയിലെയോ മുസ്ലിമീങ്ങൾക്ക് വിയോജിപ്പില്ല. അവർ ആധ്യാത്മികമായിട്ടുള്ള ഹിന്ദു ആചാരങ്ങളെ കുറിച്ചോ അതല്ലെങ്കിൽ ഹിന്ദു ദൈവത്തിന്റെ നാമകരണത്തിൽ പേരിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും മഹാന്മാരെ കുറിച്ചോ അവരെ വാഴ്ത്തിപ്പാടിയിട്ടുണ്ടെങ്കിൽ അതവരുടെ പ്രതിഭ
പ്രതിഭയാണ്. അതിലപ്പുറം കേരളത്തിൽ എത്രയോ റിയാലിറ്റി ഷോകൾ നടക്കുന്നുണ്ട്, കർണാടകയിൽ നടക്കുന്നുണ്ട്. കേരളത്തിന്റെ റിയാലിറ്റി ഷോകളിൽ മാതാവും പിതാവും ഭർത്താവും ഭാര്യയും ആങ്ങളെയും പെങ്ങളെയും ഒന്നിച്ചിരുന്നുകൊണ്ട് പാട്ടുപാടിയിട്ട് അവർക്കെല്ലാം പൈസകളും കാശും പകരം സമ്മാനങ്ങളും കിട്ടിയവർ വാങ്ങിപ്പോകാറുണ്ട്. അവരുടെ പ്രതിഭയെക്കുറിച്ച് മാത്രമേ അവരെ പരാമർശിക്കാറുള്ളൂ. അത് തെറ്റാണ് എന്നും ഹറാമാണ് എന്നും അത് പാടില്ല എന്നും പണ്ഡിതന്മാർ അവരുടേതായ ദൗത്യം നിർവഹിച്ച് പറയാറുണ്ട്. ഒരിക്കൽ പോലും അവരെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു കഥാകൃത്തിനെയോ ഏതെങ്കിലും ഒരു പ്രതിഭയോ ഉത്തുംഗതയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇവര് ചെയ്തത് തെറ്റാണ്, ഇവര് പാടിയത് തെറ്റാണ് എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം എന്തേ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരീ സഹോദരന്മാരെ മനസ്സിലാക്കണം, സുഹാന പാടിയതിനെതിരെ എല്ലാ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അവര് പറഞ്ഞതുപോലെ കേരളത്തിലോ കർണാടകയിലോ ആരും തന്നെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ പാടിയതുപോലെ പാടിയിട്ട് മുസ്ലിം സമുദായത്തിന്റെ വനിതകളെ രംഗത്തിറങ്ങി അഭിവൃദ്ധി പദത്തിലേക്ക് നീങ്ങേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഇസ്ലാമിനെതിരായ ബഹുദൈവാരാധകർക്ക് അംഗീകരിച്ചുകൊണ്ട്, ബഹുദൈവ ആരാധന അംഗീകരിച്ചുകൊണ്ട് ഏകദേവത്തിന്റെയും വഹുദാനീയത്തിന്റെയും ഇലാഹിയത്തിന്റെയും എല്ലാ സംഭവ വികാസങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് പാടിയ പാട്ട് ഇത് മുസ്ലിം സമുദായത്തിന്റെ എല്ലാ സഹോദരിമാരും പാടേണ്ടതുണ്ട് എന്നും ഇത് ഞാൻ പ്രചോദിതയാകേണ്ടതുണ്ട് എന്നും പറഞ്ഞപ്പോഴാണ് എല്ലാവരും അവർക്കെതിരെ രംഗത്തിറങ്ങിയത്. അവർ മുന്നോട്ട് വെച്ച ആശയത്തിനോട് പ്രതിരോധിച്ചുകൊണ്ടാണ്. അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നതായ ഈ പ്രഖ്യാപനത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എത്ര ആളുകൾ അവർ രംഗത്തിറങ്ങിയിരിക്കുന്നത് അവർക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, അവർക്ക് സംരക്ഷണം നൽകുവാൻ വേണ്ടി. പ്രതാപ് സിംഹ ഉൾപ്പെടെയുള്ള സംഘപരിവാറിന്റെ RSSന്റെ നേതാക്കന്മാര് പറഞ്ഞു, സുഹാന നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ പറയാൻ ഇവര് രംഗത്ത് പ്രചോദിതയായത്? ഞാൻ പറയുന്നു, വളരെ വ്യക്തമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു, ZTVയുടെ പ്രചരണത്തിന് വേണ്ടി, അവരുടെ പ്രചരണത്തിന് വേണ്ടി, പബ്ലിസിറ്റിക്ക് വേണ്ടി അതിന്റെ ഡയറക്ടേഴ്സ് എല്ലാം കൂടിയിട്ട് ആലോചിച്ച് ചെയ്ത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഇതുകൊണ്ടൊന്നും മുസ്ലിം സമുദായത്തിനെ തകർക്കുവാനോ മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്തിനെ ഇല്ലായ്മ ചെയ്യുവാനോ രംഗത്തിറങ്ങിയ ആളുകൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തസ്ലിമ നസ്രീൻ രംഗത്തിറങ്ങിയിട്ട്, സൽമാൻ റഷ്ദി രംഗത്തിറങ്ങിയിട്ട് ഇസ്ലാമിനോ മുസ്ലിം സമുദായത്തിന്റെ ആധികാരികമായ ശബ്ദത്തിനോ ഒരനക്കവും ഈ രാജ്യത്തിൽ വന്നിട്ടില്ല. അവരെ കാലം ഇത്രയായിട്ട് സംഘപരിവാറിന്റെയും MRMന്റെയും ആളുകൾ പൊക്കി നടന്നു, പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല. പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ, തെറ്റിദ്ധരിക്കരുത്. സുഹാന സയ്യിദ് എന്ന പെണ്ണ് ആ ബേഗം പാടിയിട്ട് ഹിന്ദു ദൈവങ്ങളെ ആദരിച്ച് പാടിയതിന്റെ പേരിൽ ഒരിക്കൽ പോലും മുസ്ലിം സമുദായത്തിന്റെ ആളുകൾ ആദരിച്ചതിന്റെയും ബഹുമാനിച്ചതിന്റെയും സൗഹാർദ്ദത്തിന്റെയും പേരിൽ പാടിയിട്ടുണ്ടെങ്കിൽ ആ പാട്ടിനെതിരായിട്ടല്ല ഞങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ആ പാട്ടിനെതിരായിട്ടല്ല പ്രഭാഷകന്മാര്, പണ്ഡിതന്മാര്, ഉമറാക്കള്, മുസ്ലിം നേതാക്കന്മാര് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഒരൊറ്റ കാരണമാണ്, മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ ആളുകളും ഈ അഭിപ്രായം ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ സഹോദരിമാര് രംഗത്തിറങ്ങണമെന്ന് പ്രഖ്യാപനം നടത്തിയ സുഹാന ബേഗത്തിന്റെ പ്രഖ്യാപനത്തിനോട് അതിശക്തമായി വിയോജിച്ചുകൊണ്ടാണ് കർണാടകയിലെ ഒന്നിലധികം നവമാധ്യമങ്ങൾ രംഗത്തിറങ്ങിയത്. ആ നവമാധ്യമങ്ങളെയെല്ലാം സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് സുഹാന സയ്യിദിനെ ഏറ്റവും വലിയ ബൂസ്റ്റ് ചെയ്ത് ആളുകൾക്ക് മുന്നിൽ കൊണ്ടിരിക്കുന്നതിന്റെ പിന്നിൽ സംഘപരിവാറിന്റെ ഹിഡൻ അജണ്ടയാണ്, RSSന്റെ അജണ്ടയാണ്. ഇത് തിരിച്ചറിയാനുള്ള മാനദണ്ഡം മുസ്ലിം യുവാക്കളെ നമുക്ക് വേണം. ഞാൻ ഈ പ്രോഗ്രാമിന് വേണ്ടി കർണാടകയിലെ മതവിജ്ഞാന സദസ്സിലേക്കാണ് ഞാൻ ഇവിടെ ഒരുങ്ങി വന്നത്. കർണാടകയിലെ ഔലിയാക്കന്മാരുടെ പേരിൽ നടക്കുന്ന മജ്ലിസാണ്. ഇവിടെ കൂടുതലൊന്നും കാര്യങ്ങൾ പറയണ്ട എന്ന് കരുതിയതാണ്. കേരളത്തിലെ എക്കാലവും മുസ്ലിം സമുദായത്തിനെതിരെ രംഗത്തിറങ്ങിയ മാതൃഭൂമി എന്ന ചാനലിൽ സുഹാന എന്ന പെണ്ണിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് അവർ ധരിച്ച പർദ്ദയെക്കുറിച്ച്, അവർ ധരിച്ച തലപ്പാവിനെ കുറിച്ച്, അവർ ഇട്ടിരിക്കുന്ന ഷോളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മുസ്ലിം നാമധാരിയായ ആ പെണ്ണിനെ അത്യധികം ബൂസ്റ്റ് ചെയ്തുകൊണ്ട് മാതൃഭൂമി പറയുന്ന വാക്കുകൾ ഞാൻ ഇങ്ങനെ ഓഡിയോകളിലൂടെയും വീഡിയോകളിലൂടെയും കേൾക്കുകയുണ്ടായി. മാതൃഭൂമിയുടെ അവതാരകൻ എന്താണ് പറയുന്നത്? കേരളത്തിലെയും കർണാടകയിലെയും മുസ്ലിം ഭീകരവാദികൾ സുഹാനക്കെതിരെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഹിന്ദു ദൈവങ്ങളെ ആദരിച്ചു പാടിയതിന്റെ പേരിൽ എന്ന് മാതൃഭൂമി പറഞ്ഞത്. മാതൃഭൂമിയെ കുറിച്ച് നമുക്കറിയാം, പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവഹേളിച്ചുകൊണ്ട് ലക്കമിറക്കിയ ലക്കമിറക്കിയ വിഭാഗമാണ് അവര്. അബ്ദുൽ നാസർ മഅ്ദനി എന്ന നമ്മുടെ ഈ കർണാടകയിൽ, നിങ്ങളുടെ ഈ
കർണാടകയിൽ കാലങ്ങളായിട്ട് ജീവിക്കുന്ന ജയിലറകളിൽ താൻ ചെയ്ത തെറ്റുണ്ട് എന്ന് പോലും സമൂഹത്തിന്റെ മുന്നിൽ ഒരിക്കൽ പോലും പറയാൻ പോലും പറ്റാത്ത നീതിപീഠം അത്യന്തം ക്രൂരമായി പെരുമാറിക്കൊണ്ടിരുന്നിട്ട് പോലും ജയിലിന്റെയും ആശുപത്രിയുടെയും ഏകാന്ത കിടക്കയിൽ കിടന്നുകൊണ്ട് പീഡനം അനുഭവിക്കുന്ന മുസ്ലിം പണ്ഡിതനെയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും കുറിച്ച് വളരെ മ്ലേച്ഛമായിട്ട് കേരളീയ സമൂഹത്തിന് പരിചയപ്പെടുത്തിയ നാണം കെട്ട ഏറ്റവും മൂന്നാംകിട ചാനലായ മാതൃഭൂമിയിൽ വരെ കർണാടകയുടെ ചാനലിന്റെ ബാക്കി പത്രം അവിടെ പറയുകയുണ്ടായി. എന്താണ് പറഞ്ഞത്? നമ്മുടെ ഈ പർദ്ദയെ കുറിച്ച് ഹബീബായ പ്രവാചകന്റെ ഭാര്യമാർ ധരിച്ച പർദ്ദ, ആയിഷ ബീവി ധരിച്ച പർദ്ദ, ഹബീബായ പ്രവാചകന്റെ പ്രിയപ്പെട്ട പുത്രിയായ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു തആല അൻഹ ധരിച്ച പർദ്ദ, നഫീസത്തുൽ മിസ്രിയ ധരിച്ച പർദ്ദ, കേരളത്തിലെ കർണാടകയിലെയും ഇന്ത്യയിലെയും ഇന്ത്യക്ക് പുറത്തുമുള്ള എത്രയോ മുസ്ലിം വനിതകളും മുസ്ലിം വനിതകൾക്ക് നേതൃനിരയിൽ ഉണ്ടായിരുന്ന പണ്ഡിതകളായിരുന്ന ആലിമകളായിരുന്ന സഹോദരിമാർ ഉമ്മമാർ ധരിച്ചിരുന്ന പർദ്ദ, ഖദീജ ബീവി അത്യധികം ബഹുമാനിച്ചിരുന്ന പർദ്ദ, ഈ പർദ്ദയെ ലാഘവത്തോടുകൂടെ കാണുവാൻ വേണ്ടി സുഹാനയെ വേദിക്കയറ്റിയതും സുഹാനയോട് പർദ്ദ ധരിച്ചുകൊണ്ട് പാടുവാൻ കൽപ്പിച്ചതും സുഹാനയോട് പർദ്ദ ധരിച്ചുകൊണ്ട് തന്നെ പാടിയതിനു ശേഷം കമന്റ് പറയുവാൻ വേണ്ടി പറഞ്ഞതും സി ടിവിയുടെ ഡയറക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ്, സംഘപരിവാറിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് വളരെ ശക്തമായി സംശയിക്കാൻ എനിക്ക് മറക്കാൻ കഴിയില്ല. വളരെ ശക്തമായി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ്. കേരളത്തിലും കർണാടകയിലും ഇന്ത്യയിലും നടന്നിട്ടുള്ള സർവ്വ കലാപങ്ങളുടെയും പിന്നിലെ ഒരു കരങ്ങളിൽ അല്ലെങ്കിൽ മറ്റൊരു കരങ്ങളിൽ സംഘപരിവാർ അതിശക്തമായിട്ട് രഹസ്യമായിട്ട് രംഗത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഒരിക്കലും മറക്കുവാൻ വേണ്ടി കഴിയില്ല. മഹാനായ കാസർഗോഡ് ജില്ലയിലെ ഹാദിയായിരുന്ന ചെമ്പരിക്ക ഹാദിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഘാതകരാരാണെങ്കിലും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഞാൻ കൂടി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ കൂട്ട ഉപവാസത്തിന് വേണ്ടി തയ്യാറാകുന്നു എന്ന് കണ്ടപ്പോൾ സംഘപരിവാറിന്റെ മൈനോറിറ്റി വിംഗിന്റെ ടീമും അതേ മുസ്ലിം രാഷ്ട്രീയ മഞ്ചിന്റെ ആളുകളും അവരുടെ വീടുകളിലേക്ക് കയറിയിട്ട് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സമുദായത്തെ തമ്മിലടിപ്പിക്കുവാൻ വേണ്ടി രംഗത്തിറങ്ങുന്ന ഒരു വിഭാഗം ആളുകൾ ഈ രാജ്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയുന്ന കാര്യമാണ്. ഈ കാര്യത്തില് സുഹാനയുടെ കാര്യത്തില് എനിക്ക് പറയുവാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. കർണാടകയുടെ ജനങ്ങളോടും കർണാടകയുടെ മന്ത്രിമണ്ഡലത്തിൽ ഇരിക്കുന്നവരോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത്, സുഹാന പാടുന്ന പാട്ടോ അവൾ ധരിക്കുന്ന ഉടുപ്പിന്റെ കാര്യമോ നിറമോ അവൾ ലിപ്സ്റ്റിക് പുരട്ടിയിട്ട് വേദിയിൽ കയറിയതോ അത്തരം സ്ത്രീകൾക്ക് സ്വർഗത്തിന്റെ മണം പോലും അടിച്ചു വീശില്ല. അവർ സ്വർഗത്തിന്റെ മണം പോലും അടിച്ചു വീശില്ല എന്ന് മാത്രമല്ല സ്വർഗത്തിൽ കടക്കുക പോലുമില്ല എന്ന് പ്രഖ്യാപനം നടത്തിയ പ്രവാചകന്റെ വചനങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് സുഹാനയെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ടായിരുന്നു. അതവരെ വ്യക്തിപരമായിട്ട് കാണുമായിരുന്നു. പരസ്യമായിട്ട് ഈ പ്രഖ്യാപനം നടത്തുവാൻ ഞങ്ങൾ പ്രചോദിതരായിട്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. സുഹാനയെ കൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പറയിപ്പിച്ച ശക്തികൾ ഏതാണോ സുഹാനക്കെതിരെ ഞങ്ങൾ ശബ്ദിക്കുന്നത് സുഹാനയുടെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങൾക്കെതിരെയുള്ള ശബ്ദമായിട്ടാണ്. സുഹാനയുടെ ഫോട്ടോ ഫ്ലക്സുകള് നാടിന്റെ നാനാഭാഗങ്ങളിലും കെട്ടിപ്പൊക്കിയിട്ട് അതിനെതിരെ രംഗത്തിറങ്ങുന്ന മുസ്ലിം യുവാക്കളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിച്ച് ഒരു വർഗീയ അന്തരീക്ഷം ഉത്തര കർണാടകയിൽ ഉണ്ടാക്കുവാനുള്ള സംഘപരിവാറിന്റെ ശ്രമമാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനെതിരെ പ്രിയപ്പെട്ട കർണാടകയിലെ മുസ്ലിമുകളെ ജാഗ്രതരാകേണ്ടതുണ്ട്. കോയമ്പത്തൂർ സ്ഫോടനം മുതൽ കർണാടകയിൽ നടന്ന ബാംഗ്ലൂർ സ്ഫോടനം മുതൽ ഈ രാജ്യത്തിൽ നടക്കുന്ന വർഗീയ കലാപങ്ങൾ ചെറുതും വലുതുമായത് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് സംഘപരിവാർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഒരിക്കലും പർദ്ദയെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിമാനം ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി മോദി ഉൾക്കൊള്ളുന്ന സംഘപരിവാറിന് ഇല്ല എന്ന വളരെ വ്യക്തമായ വിശ്വാസവും നിദർശനവുമുണ്ട്. കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് ചെന്ന ഒരു സഹോദരി ഫർഹാന എന്ന സഹോദരി ഇന്നലെ വനിതാ ദിനമായിരുന്നു. ഈ വനിതാ ദിനത്തില് ഇന്ത്യയിലെ എല്ലാ വിഭാഗം മേഖലകളിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മേഖലയിലും കീഴിലും പ്രവർത്തിച്ച അതല്ലെങ്കിൽ ഉത്തുംഗതയിൽ പ്രവർത്തിച്ച അഭിവൃദ്ധി പദത്തിൽ കൊണ്ടുപോയ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ പേരിൽ പ്രവർത്തിച്ച ആളുകളെ ആദരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങ് ഡൽഹിയിൽ നടന്നപ്പോൾ ആ ചടങ്ങിലേക്ക് കേരളത്തിൽ നിന്നെത്തിയ ഒരു സഹോദരി പർദ്ദ ധരിച്ചെത്തിയപ്പോൾ, പഞ്ചായത്ത് പ്രസിഡന്റ് പർദ്ദ ധരിച്ചെത്തിയപ്പോൾ, മുസ്ലിം വനിത പർദ്ദ ധരിച്ചെത്തിയപ്പോൾ ആ പർദ്ദ ധരിച്ചെത്തിയ സഹോദരിയെ പർദ്ദ പരിപൂർണമായി അഴിപ്പിക്കുകയും പർദ്ദയില്ലാതെ നരേന്ദ്രമോദി പങ്കെടുത്ത 6 മണിക്കൂർ നടന്ന പരിപാടിയിൽ മുഴുവനായിട്ടും അവർ പർദ്ദയില്ലാതെ ആ പരിപാടിയിൽ പങ്കെടുക്കാനുണ്ടായിരുന്ന സാഹചര്യമുണ്ടായി.
ഉണ്ടായത് മോദി ഭരിക്കുന്ന സംഘപരിവാർ ഭരിക്കുന്ന ഇന്ത്യയിലാണ് എന്ന് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പർദ്ദയോട് ബഹുമാനമില്ലാത്തവരാണ് സംഘപരിവാറിന്റെ ആളുകൾ എന്നതിനെ കുറിച്ചുള്ള നിദർശനം നമ്മുടെ കൺമുമ്പിൽ തന്നെ വ്യക്തമായിരിക്കുമ്പോൾ ഈ പർദ്ദ ധരിച്ച സുഹാന എന്ന സഹോദരിയെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മുസ്ലിം സമുദായം നികൃഷ്ടമായ നീചമായ പാട്ടിന്റെയും ആട്ടിന്റെയും കുത്തിന്റെയും ആളുകളാണ് എന്ന് സമൂഹത്തിന് മുന്നിൽ മുസ്ലിം സമുദായത്തെ തരം താഴ്ത്തുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് എന്നതിനെ കുറിച്ച് തിരിച്ചറിയാതിരിക്കുവാനുള്ള ഉത്തരവാദിത്വ ബോധത്തിൽ നിന്നും മുസ്ലിം സമുദായം പിന്തിരിഞ്ഞോടാൻ പാടുള്ളതല്ല.